song. To our God we lift up one voice, singing hallelujah. To our God we lift up one voice. To our God we lift up one song. To our God we lift up one voice, singing hallelujah. Chains have been broken. The chains have been broken. Eyes have been opened. An army of dry bones is starting to rise. Death is defeated. We are victorious. You are alive. To a God we lift up one voice. To a God we lift up one song.
lift up one voice, to our God we lift up one song, to our God we lift up one more. Sing hallelujah. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, ഒരിക്കലും നിലയ്ക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും അവന്റെ വിശ്വസ്തത, അവന്റെ സ്നേഹം, അവന്റെ ദയ, അവന്റെ കരുതല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ തകർന്നു പോയി എന്ന് ലോകം വിധി എഴുതി, ഞാൻ തകർന്നു പോയി എന്ന് കൂട്ടക്കാർ പറഞ്ഞു. എന്നാൽ തകരുവാൻ ഇടയാകാതെ വേണം ഇന്ന് നിരക്കുവാൻ കർത്താവ് ക്രമമുണ്ട്. ആ കർത്താവിനെ സ്തോത്രം ചെയ്യാതെ, കർത്താവിനെ സ്തോത്രം ചെയ്യാതെ, അവന്റെ കൃപ, അവന്റെ ദയ, അവന്റെ വിശ്വസ്തത, അവന്റെ അവന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം അവർക്ക് കൂടുതലുള്ള മധ്യത്തിൽ ആശ്വാസം വരുന്നതാണ്. അത് ആ നിങ്ങളുടെ അവസ്ഥ അവർക്ക് വെളിച്ചം പകർന്നതാണ്. സ്നേഹമില്ലാതെന്ന് ഒരു സ്നേഹം പകർന്നു തരുന്നത് യേശു. സുഖിച്ചാട്ടെ, നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് എല്ലാവരും സ്തോത്രം ചെയ്യാതെ ഈ ദൈവം ഇന്നും നമ്മുടെ ദൈവം. ഓരോ സമുദ്രന്മാർ പറഞ്ഞു ഈ ദൈവം എന്നപോലെ നമ്മുടെ ദൈവം. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല, ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല, ഈ ദൈവത്തെ പോലെ വേറെ
Hallelujah. Hallelujah. ഈ ദിവസങ്ങൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കടന്നു വരണം. In these days, we need to have a prayerful attitude. വളരെ വളരെ ശക്തമായ ആമേൻ ഒരു മെസ്സേജ് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തരും. God is going to give us a powerful sermon in these coming days. Hallelujah. Amen. നാം ഈ നാളുകളിൽ നാം തിരിച്ചറിയണം നാം ആരാകുന്നു. In these days, we need to identify. We should know who we are. നമ്മൾ കേൾക്കുന്ന ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ വേർതിരിക്കുകയും ചെയ്യണം. And when we hear the word of God, we need to re-examine, am I living a life according to that word or not? Praise the Lord. Amen. Praise God. Praise Lord. Praise the Lord. Praise God. Hallelujah. Hallelujah. നാം വലിയൊരു ആത്മീയ പോരാട്ടത്തിലാണ്. Let me tell you, we are in a spiritual war. നമുക്കൊരു പോരാട്ടമുണ്ട്. We have a fight. Hallelujah. Amen. Hallelujah. ഈ ആത്മീയ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ if we have to be victorious in this spiritual war, നാം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. there are many things which we need to understand in our life. Hallelujah. അവിടെ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. So in these days, let's meditate more on the word of God and let's pray to God more. Hallelujah. Amen. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, And this is how we read in Ephesians chapter 6, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. that you have a spiritual war. അത് ജഡരക്തങ്ങളോടല്ല, And that is not with the flesh and blood, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും, but that's against the rulers of darkness and this power. അത് ദുഷ്ടാത്മാ സേനയോടും അത്രേ. That is the spirit of the devil. Praise the Lord. Amen. ദൈവമക്കളെ, നമുക്ക് പോരാട്ടമുണ്ട്. Let me tell you, we have a spiritual war. ഒരു ദൈവ പൈതലാണോ പോരാടാൻ റെഡിയായേ ആമേൻ മുന്നോട്ട് പോകാവൂ. If you are a child of God, you need to be ready to face the spiritual war in your life all the day. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ പോരാട്ടം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ പോരാട്ടത്തിൽ ജയിക്കണ്ടേ? If we are in the spiritual war, don't you think that we have to be victorious in the spiritual war? നമ്മളോട് പോരാടുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. For that, first we should know who we are fighting with. Hallelujah. Amen. എന്നാൽ ഒരു കാര്യം പറയാം, പോരാട്ടത്തിൽ ജയം നമുക്കാ. But let me tell you one thing, in the end of this war, we are going to be victorious. കാരണം നമ്മുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡീകങ്ങളല്ല. Because all the weapons which we have in this spiritual war is not carnal. ഞാൻ പറയട്ടെ, ജഡീകങ്ങളായ ആയുധങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും ആത്മീക ജീവിതത്തിൽ പോരാടാൻ നോക്കിയാൽ നാം പരാജയപ്പെട്ടു പോകും. Let me tell you, if you are fighting with these fleshly weapons and if you are fighting in the spiritual war, we will lose this war. ഹല്ലേലൂയ. Amen. എന്നെ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. And if I say that I am going to do this because I like this, we will fail in this war. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പോരാട്ടം വരുമ്പോൾ നമ്മൾ ആമേൻ ആത്മീക ആയുധങ്ങൾ കരങ്ങളിലെടുക്കണം. So when we are facing this war, when we are facing this problem, we need to get the spiritual weapons in our hands. അപ്പോൾ ആത്മീക ആയുധങ്ങൾ കരങ്ങളിലെടുക്കണമെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണം. If we have to take the spiritual weapons in our hands, we need to know what are the spiritual weapons. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആ ആയുധം കയ്യിലുണ്ടെങ്കിൽ, if we have the spiritual weapon in our hand, ഈ ആത്മീക പോരാട്ടത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. then we are not supposed to be fear or scared of anybody in this war. Praise the Lord. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. ആമേൻ. ആഗ്രഹമുള്ള ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ സ്തോത്രം I want to ചെയ്യുകയാണ്. give thanks for those people who have that desire in your heart. Hallelujah. Amen. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. And this is how Apostle Paul is teaching us in Ephesians. ആമേൻ. ഹല്ലേലൂയ. ഒരു പടയാളി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അവൻ ധരിക്കേണ്ട വസ്ത്രങ്ങളെ കുറിച്ച്. And Apostle Paul is teaching us how a soldier should dress when he's going for a war. ആമേൻ. ഹല്ലേലൂയ. Hallelujah. അവന്റെ കരങ്ങളിൽ ചിലയുള്ള കാര്യങ്ങളൊക്കെ കാണണം. There are a couple of things which should be in his hands before he leave for the war. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിന്റെ സോൾജേഴ്സ്, പടയാളികളാണ്. Let me tell you, each and every person sitting in this sanctuary right now, we are the soldiers of Lord Jesus Christ. രക്ഷിക്കപ്പെട്ട് ആമേൻ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവ മക്കളും നമ്മുടെ കർത്താവിന്റെ പടയാളികളാണ്. If you are saved and if you are born again, we are the soldiers of Jesus Christ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord.
ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. This is what I want to tell you this morning. ആമേൻ. ഇന്ന് ആമേൻ അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു. Let's assume that we have a war going to come in this coming day. ആമേൻ. ഹെവൻലി കോളിൽ ഇരിക്കുന്ന എല്ലാവരെയും ഇന്ന് യുദ്ധത്തിന് അമേരിക്ക പറഞ്ഞു വിടത്തില്ല. The government is not going to send everybody sitting here to participate in the war. ആമേൻ. ആ യുദ്ധത്തിന് പറഞ്ഞു വിടുന്നത് പരിശീലനം സിദ്ധിച്ചവരെയാണ്. They will only send those people who are being trained under them to this war. അപ്പോൾ ആത്മീയ പോരാട്ടത്തിൽ നാം ജയിക്കണമെങ്കിൽ നമുക്കൊരു പരിശീലനം ആവശ്യമാണ്. So therefore, if we need to be a part of the spiritual war, we need to be trained to how to fight. വിവിധ തലങ്ങളിലുള്ള പരിശീലനമുണ്ട്. There are training on different levels. ആമേൻ. ആമേൻ. ആകാശത്ത് യുദ്ധം ചെയ്യുന്നവരെ കരയിൽ യുദ്ധം ചെയ്യുന്ന കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. And the people who are being trained in Air Force, that's not the same training given to the naval people. ആമേൻ. സമുദ്രത്തിൽ യുദ്ധം ചെയ്യുവാൻ ആമേൻ അവർക്ക് പ്രത്യേക ട്രെയിനിങ് ആണ് ഉള്ളത്. The people in US Navy is being trained in a different way from US Air Force. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കരയിൽ യുദ്ധം ചെയ്യുന്നവർക്ക് അതിന്റേതായ ട്രെയിനിങ് ഉണ്ട്. The one who is fighting on the shores, they have got a special training in that. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ട്രെയിനിങ് ഇല്ലാതെ ഈ യുദ്ധത്തിന് പോകുവാൻ ആമേൻ ഒരു പടയാളിയാകുവാൻ സാധിക്കത്തില്ല. In short, let me tell you, without training, a soldier cannot participate in this war. ഹല്ലേലൂയ. ആമേൻ. ഒരു പടയാളിയായി തീരണമെങ്കിൽ ആമേൻ ഈ ലോകപ്രകാരം ഒരു പടയാളിയായി തീരണമെങ്കിൽ ഹല്ലേലൂയ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. ആ ഇൻവിറ്റേഷൻ നാം ആമേൻ ഹല്ലേലൂയ നാം അക്സെപ്റ്റ് ചെയ്യണം. If we need to be a part of this war, if you want to be a soldier, the first thing what we need is that we need to be invited. We need to have an invitation. ആമേൻ. സ്കൂളുകളിലൊക്കെ വന്ന് നിങ്ങൾക്കറിയാം, സ്കൂളുകളിലൊക്കെ വന്ന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. Many times you know, because you're a part of the school, people will come and they will invite you. ആമേൻ. ദിനംതോറും ടെലിവിഷനിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ആമേൻ ആർമിയിലേക്ക് ആമേൻ ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട്. Many times we do see this advertisement on television that they are inviting people to US Army. എന്നാൽ ആമേൻ ആ ഇൻവിറ്റേഷൻ ആമേൻ അതിന്റെ മേൽ ആഗ്രഹം തോന്നി ആ ഇൻവിറ്റേഷൻ ആമേൻ സ്വീകരിച്ച് അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. But a person who accepts this invitation and take a step, initiative into that thing, is the person who can go through this training. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. This is how Holy Spirit is talking to you this morning. എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും യേശു വിളിക്കുന്നു. Our Jesus is calling us each and every day of our life. എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? Why is he calling you? അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവൻ ധീരന്മാരായ പടയാളികളായി തീരുവാൻ. He is calling you to fight for him. He is calling you to be a part of the spiritual war. ആമേൻ. ആമേൻ. എന്നെ കേൾക്കുന്ന സഭയെ, let me talk to my church. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാൽ ഞാൻ ചോദിക്കട്ടെ, നീ ആത്മീക പോരാട്ടത്തിൽ പോരാടാൻ തയ്യാറാണോ? Let me talk to my church, that are you ready to participate in the spiritual war? ഈ ആത്മീക പോരാട്ടത്തിൽ നിന്റെ ജീവൻ കൊടുക്കുവാൻ നീ തയ്യാറാണോ? Are you ready to give your life in the spiritual war? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി നിന്നെ തന്നെ ഒരുക്കി കൊടുക്കണം. This morning let's prepare ourselves for that war. ആമേൻ. ഈ ആത്മീക ആമേൻ ആമേൻ ഈ സൈന്യത്തിലേക്ക് കർത്താവിന്റെ സൈന്യത്തിലേക്ക് ചേരണമെങ്കിൽ ആമേൻ ഇൻവിറ്റേഷൻ ഉണ്ട്. The first thing which we need to be participating in this war is an invitation. ആമേൻ. ദൈവവചനം പറയുന്നു ഹല്ലേലൂയ ആമേൻ ആമേൻ എല്ലാവരും അവന്റെ മക്കളായി തീരേണ്ടതിന് ഹല്ലേലൂയ ആമേൻ ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. And the word of God very clearly say that God want everybody to be his son, his kids. That's why he sent his only begotten son to this earth. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Whoever believes on him, whoever holds on him, they get the right to be his sons and daughters. ആമേൻ. Amen. ആപ്ലിക്കേഷന്റെ പ്രോസസ്സിലൊക്കെ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അടുത്തൊരു ആമേൻ കാര്യമുണ്ട്. There's next step after you go through the application part. ആമേൻ ആമേൻ. ഈ സൈന്യത്തിന്റെ സിസ്റ്റത്തിലാകണമെങ്കിൽ if you want to be a part of the system, ആമേൻ, നാം ആദ്യമായി ചെന്ന് ഒരു ഓത്ത് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. the first thing what we need to do is that we need to go and take an oath. Praise the Lord. Praise the Lord. അതിനു മുമ്പേ അവർ നമ്മളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. And before taking that oath, they will explain you everything. അതെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ ആമേൻ ആ ഓഫീസറുടെ മുമ്പിൽ നാം വലത് കൈ പൊക്കി പിടിച്ച് ഒരു ഓത്ത് എടുക്കും. And after explaining
everything, we will lift our right hand and we will take an oath in front of that officer. നമുക്കറിയാം, നാം ലൈസൻസ് എടുത്തപ്പോൾ അവർ നമ്മളെ കൊണ്ട് ഓത്ത് എടുപ്പിച്ചു. We all know because we all have a driver's license, and before taking the license we took an oath. ആമേൻ. നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, ആമേൻ, നിങ്ങൾ കരം വെച്ച് ആദ്യം നമ്മളെ കൊണ്ട് ഓത്ത് എടുപ്പിക്കും. Before you get the passport or the citizenship, they ask you to take an oath. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. കർത്താവിന്റെ സൈന്യത്തിൽ ചേരണമെങ്കിൽ ഒന്ന് നാം ഒരു പ്രതിജ്ഞയുണ്ട്. Before you get into this part, before you get to be a soldier of God, there is a part which we have. ആമേൻ. ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. You need to have faith, you need to believe in your heart, and you need to proclaim that through your mouth. ആമേൻ. ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ വായ് കൊണ്ട് ഏറ്റുപറയാതെ ആ രക്ഷാ നിർണയത്തിന്റെ അവസ്ഥയിലേക്ക് വരാതെ അവന്റെ സൈന്യത്തിൽ ആമേൻ ധീരപടയാളിയായിരിക്കാൻ സാധിക്കുകയില്ല. Without believing that, without proclaiming that, without coming into a salvation, you cannot participate in this team. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ആരാണ് അവന്റെ സൈന്യത്തിലേക്ക് ചേരേണ്ടത്? And who is a person who is eligible for this team? ഒന്നാമന്റെ വിളി കേൾക്കുന്നവർ, First, who listens to his voice. അവന്റെ വിളിയെ അംഗീകരിക്കുന്നവർ. First, who accepts his voice. രണ്ട്, ആമേൻ, അവനോട് കൂടെ ഒരു ഉടമ്പടി, ഒരു പ്രതിജ്ഞയിലേക്ക് വരുന്നവർ. And the third person who get into covenant with the God by taking an oath. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. You should believe, you should have faith. യേശുവേ, നീ എന്റെ രക്ഷകനാണ്. You should say that, God, you are my savior. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു. You should say, Jesus, you died for me. യേശുവേ, നീ എനിക്ക് വേണ്ടി ആമേൻ സകലതും നിവൃത്തിയാക്കി. And you should say, Jesus, you fulfill everything for me. നീയാണ് എന്റെ രക്ഷകൻ. You are my savior. നീ എന്നെ ചേർക്കുവാൻ വരൂ. You are going to come to get me. ആമേൻ. നീ എന്നെ ചേർക്കുവാൻ ഒരു നാൾ വരൂ. You are going to come back one day to get me back with you. Amen. യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. When you submit your life in the hands of God, അത് പരസ്യമായി ഏറ്റുപറയുക. and you need to confess that publicly. Praise the Lord. 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 ആമേൻ. അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടും. One who has done that thing will be called as saved people. Praise the Lord. Hallelujah. ഇനി ഒരു സോൾജിയറായി അതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആമേൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ നമുക്ക് വസ്ത്രം തരത്തില്ല. And once you have done this preliminary, you have gone through this preliminary stages, they are not going to give the uniform to you right away. ആമേൻ. ഇവിടെയാണെങ്കിൽ അതിന്റെ പ്രത്യേക സർമൺ തന്നെയുണ്ട്. There's a special ceremony here to get that uniform from government. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെർമണി. And that ceremony is a very important in a life of a Praise soldier. the Lord. Praise the Lord. Praise the Lord. Praise the Lord. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, യേശുവിന്റെ സൈന്യത്തിലെ ആമേൻ ഒരു നല്ല പടയാളി ആയിരിക്കണമെങ്കിൽ ചില ആമേൻ പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. Let me tell you, if you need to be a good soldier in the team of Jesus Christ, there's a training you have to go through. ഇല്ലാതെ ആമേൻ ഒരു പടയാളിയെ ആമേൻ വാർത്തെടുക്കുവാൻ സാധിക്കത്തില്ല. Without a discipline, you cannot make a person into a soldier. യേശുവിന്റെ പടയാളിയായി ഞാൻ നിങ്ങൾ തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ അത് പറ്റത്തില്ല. And if you want to be a soldier for Jesus Christ, let me tell you, the word of God very clearly say that you cannot do without a discipline. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അടുത്ത ദിവസം ആമേൻ ദീപു പ്രകാരം പറഞ്ഞു. Next day Deepu said like this. Hallelujah. Hallelujah. ആമേൻ. ആമേൻ. രാവിലെ ആമേൻ 2 മൈൽ ഓടണം. And you have to run for 2 miles in the morning. ആമേൻ. എല്ലാവരും ഓട്ടം തുടങ്ങി. Everybody started running. ആമേൻ. എല്ലാവരും 2 മൈൽ ഓടി. Everybody run for 2 miles. അവർ വിചാരിച്ചു ആമേൻ അവർക്ക് വേണ്ടി ബസ് വന്ന് അവിടെ കിടക്കും, ആമേൻ തിരിച്ച് അവരുടെ വാസസ്ഥലത്തേക്ക് പോകുവാൻ. They were expecting a bus over there which would take them back to the camp. ഇല്ല, അവിടെ ചെന്നവൻ പറഞ്ഞു, ഇല്ല, ഇങ്ങോട്ട് ഓടിയതുപോലെ തിരിച്ചോടിക്കോളാം പറഞ്ഞു. But after they reached up to that point, they said that no, there's no bus, you have to go back the way you came. അയ്യോ, എനിക്ക് മസിൽ കയറുന്നു, എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. You cannot say, hey, I am tired or I have a pain or anything like that. You cannot do like that. അത് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. That is a part of the training. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. മൂന്നാമത് ഹല്ലേലൂയ അവരെ നല്ല ഭടന്മാരാക്കാൻ വേണ്ടിയുള്ള ആമേൻ കാര്യങ്ങൾ അങ്ങോട്ട് പറയുവാൻ തുടങ്ങി. And third thing, they were teaching everything to these people
people so that they can be good soldiers. അവരെ മാനസികമായി ഒരുക്കുകയാണ്. They started preparing them mentally. ശാരീരികമായി They ഒരുക്കുകയാണ്. were preparing physically. ആരോഗ്യപരമായി They were ഒരുക്കുകയാണ്. helping them health-wise. നമുക്കെല്ലാം പറയട്ടെ, യേശുവിന് നല്ല ഭടനായിരിക്കണമെങ്കിൽ ഒന്ന് ആത്മീകമായി ഒരുങ്ങണം. Let me tell you, if you need to be a good soldier for Christ, you need to be get ready spiritually. ആമേൻ. ശാരീരികമായി ഒരുങ്ങണം. You need to be ready physically. ആരോഗ്യമായി ഒരുങ്ങണം. And through your health also you should be ready for ആമേൻ. that. തീത്തോസിനോട് ആമേൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, This is Apostle Paul telling Titus, സഭ ആരോഗ്യമുള്ളതായിരിക്കണം. our church should be healthy. വിശുദ്ധന്മാർ ആമേൻ വൃദ്ധന്മാർ ആരോഗ്യമുള്ളവനായിരിക്കണം. Every person, even young to old, should be healthy. Praise the Lord. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ബൂസ്റ്റ് മേടിച്ചു We കൊടുക്കുമല്ലോ, always give this energy drink to our ഹോർലിക്സ് kids. മേടിച്ചു കൊടുക്കുമല്ലോ, We give all these powders and nutrition, വൈറ്റമിൻ എ ബി സി കൊടുക്കുമല്ലോ, all the vitamins and minerals we provide. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുമല്ലോ. We provide everything to our kids. ഇങ്ങനെ കൊടുത്തിരുന്നാൽ നമ്മൾ പറയും, ഓ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. Even after that we say that my kid is not that healthy. 8 പൊറോട്ട കഴിക്കാം, എന്നാലും പറയും മോനെ ഒന്നുകൂടെ കഴിച്ചോ, നീ അങ്ങ് ക്ഷീണിച്ചു പോയി. Even though my kid will eat 8 parotas at a time, but still will say, why don't you eat more so that you can be healthy? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയട്ടെ, ആരോഗ്യമില്ലാത്ത സഭയാണ്, ആരോഗ്യമില്ലാത്ത വിശ്വാസിയാണ് ഇന്ന് ആമേൻ അനേകര് കർത്താവിനെ കാണുവാൻ തടസ്സമായിരിക്കുന്നത്. Let me tell you, it is an unhealthy believer, it is an unhealthy church which is standing as a hindrance for many people to come to Christ. പ്രാർത്ഥനയിൽ ആരോഗ്യമില്ല. We don't have health in the prayer. ആമേൻ, ആമേൻ. ജീവിതത്തിൽ ആരോഗ്യമില്ല. There's no health in the life. വിശ്വാസത്തിൽ ആരോഗ്യമില്ല. Your faith is not healthy. Praise the Lord. Praise the Lord. Amen. ഹല്ലേലൂയ. Hallelujah. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഈ പട്ടണത്തിൽ ഒത്തിരി സഭകളുണ്ട്, അതുപോലൊന്നും ഇരിക്കാനല്ല, അവനൊരു സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേ നമ്മളെ കർത്താവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ പട്ടണത്തിൽ ആരോഗ്യമുള്ള വിശ്വാസികൾ നാം ആയിരിക്കണം. Let me tell you that I said many times, Heavenly Call Mission Church don't want to be a part of one of the church in the city, but if we are here, we need to be strong and we need to be healthy. ആരോഗ്യമുള്ള ആമേ വിശ്വാസികൾ ആരോഗ്യമുള്ള ജീവിതങ്ങളായിരിക്കണം. And we need to have the strength. We need to be strong in faith. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നതായിരിക്കണം. A church where Holy Spirit moves. Praise the Lord. 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 Amen. Hallelujah. അപ്പോൾ ആമേൻ പരിശീലനം കൂടാതെ നല്ല ഒരു പടയാളിയാകുവാൻ സാധ്യമല്ല. So without a training, a person cannot become a soldier. Hallelujah. ആമേൻ തിമോഥെയോസിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ, Now when we come to Timothy, ആമേൻ തിമോത്തി ആമേൻ യുവ ആമേൻ പടയാളിയായ ക്രിസ്തുവിന്റെ യുവ പടയാളിയായ ആമേൻ ശുശ്രൂഷയിലേക്ക് ആമേൻ കരം പിടിച്ച് ആമേൻ പൗലോസ് കൊണ്ടുവന്ന തിമോഥെയോസിനോട് പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. there are many things here we can see. Apostle Paul is teaching his spiritual son, whose name is Timothy, who is becoming a good soldier for Christ. Hallelujah. Amen. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Amen. Hallelujah. 2 തിമോഥെയോസ് 2:1 പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നു, ആമേൻ ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. And 2 Timothy chapter 2 verse 1 it says, you then my son be strong in the grace that is in Christ Jesus. വളരെ ശക്തമായി പഠിപ്പിക്കുക. And he is teaching this very strongly. നീ ഒരു ശുശ്രൂഷകനായി നിനക്ക് നിൽക്കണമോ? If you need to be a minister for God, നീ ഒരു പടയാളിയായി നിനക്ക് നിൽക്കണമോ? you have to stand like a powerful soldier. ഒന്ന് ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. First thing you need to be strong by the grace of Lord Jesus Christ. Praise the Lord. Amen. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ And the grace by Lord Jesus Christ. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ The grace from Lord Jesus Christ. ക്രിസ്തുയേശുവിനാൽ പകരപ്പെടുന്ന കൃപയാൽ The grace which is poured by Lord Jesus Christ. ക്രിസ്തുയേശുവിനാൽ നിറയപ്പെടുന്ന കൃപയാൽ The grace which fills you through നീ Jesus Christ. ശക്തിപ്പെടണം തിമോഥെയോസേ. You should be strong in that grace. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നിനക്ക് പോയി സുവിശേഷ വേല ചെയ്യാം. You can go and do evangelism. നിനക്ക് പോയി എന്ത് വേണം ചെയ്യാം. You can do any kind of ministry. ശക്തിയോടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ If you want to minister
want to magnify the presence of God, അവന്റെ കൃപയെ അതിശക്തിപ്പെടണം. you need to be strengthened by His grace. Praise the Lord. Amen. Praise the Lord. Praise the Lord. 1 Timotheus 6:12 വായിക്കേ. And here becomes 1 Corinthians 6 chapter 6 verse 12. ആമേൻ. അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. This is how we read in the second part. ഓ വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. And go and fight a good fight for faith. നല്ല പോർ പൊരുതണം. It's a fight, the good fight of the faith. ഞാൻ നമ്മുടെ കൂട്ടത്തിലൊക്കെ പറഞ്ഞിട്ടില്ല, പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരമ്മച്ചി എഴുന്നേറ്റ് നിന്നിട്ട് അമ്മച്ചി മരുമോള് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. And this is a story from Kerala. It comes from our old time. It says there's two aunties. They start and they love a lot each other. അമ്മച്ചിയും മരുമോളും. And there's a mother-in-law and daughter-in-law. അവരൊന്നിച്ച് കൂട്ടാനൊക്കെ പോകും. And they are going to prayer together. ആമേൻ. ക്രിസ്തുവിന് വേണ്ടി ആമേൻ. അമ്മച്ചി അങ്ങ് നല്ല കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. There are many things which this mother-in-law is doing for Christ Jesus. ആമേൻ. വീട്ടിലാണെങ്കിൽ അവർ നല്ല ഫൈറ്റ് ചെയ്യുന്നവരാണ്. But at home they are having a good fight between each other. ആമേൻ. അമ്മച്ചി സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയപ്പോൾ അമ്മച്ചി ചാടി എഴുന്നേൽക്കും. And it was a time of testimony. This mother-in-law stood up. ദൈവത്തിന് സ്തോത്രം. And Amachi said, I'm thankful to my God. ആമേൻ. ഞാൻ നല്ല പോർ പൊരുതി. And I fought a good fight. ആമേൻ. ഞാൻ വിശ്വാസം കാത്തു. I kept my faith. ഞാൻ ദൈവത്തിന്റെ കിരീടം പ്രാപിക്കാൻ പോകുകയാണ്. I'm going to get the crown one day. എല്ലാവരും കരകടിച്ചു സ്തോത്രം സ്തോത്രം സ്തോത്രം. Everybody started clapping their സഭ hands. മുഴുവൻ സ്തോത്രം. The whole church started clapping. ആമേൻ. Amen. അടുത്ത കുറച്ച് കഴിഞ്ഞപ്പം ആമേൻ മരുമോടെ ചാൻസ് അതോ മരുമോട് എഴുന്നേറ്റ്. And after some time, it was a time of her daughter-in-law. She also stood up for testimony. ദൈവത്തിന് സ്തോത്രം. It's a grace, glory to എന്റെ God. അമ്മച്ചി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I want to thank for my mother-in-law. അമ്മച്ചി നല്ല പോർ പൊരുതി. Yes, she fought a good fight. ദൈവത്തിന്റെ മക്കളെ, Let me tell you this morning. പക്ഷെ അമ്മച്ചി പൊരുന്ന മുഴുവൻ എന്നോടാ. But the fight is all with me. Amen. Hallelujah. ഓ എന്തൊരു പൊരുതാ. What a fight. അതിനു വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. That is not the calling what we have in our life. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പൊരുതുവാനാണ്. But we are called to fight for Christ Jesus. അടുത്തിരിക്കുന്നവർ പറഞ്ഞ് എന്നെ വിളിച്ചത് കർത്താവിന് വേണ്ടി പൊരുതാനെന്ന് പറഞ്ഞു. Tell your neighbor, I've been called to fight for my Lord Jesus. കർത്താവിന് വേണ്ടി ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത് പറഞ്ഞു. I've been called to be a soldier for my Christ. രണ്ടോട് പറഞ്ഞേ. Tell your neighbor, touch your neighbor. കർത്താവിന് വേണ്ടി പൊരുതുവാൻ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു. God has called me to fight for my Christ. ആമേൻ. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. Tell you, our weapons are not worldly weapons. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. Weapons used in this war is not this worldly weapons. ദൈവമക്കൾ പോരാടുന്നത് കൈകൊണ്ടല്ല. And it's not with the hand which we fight in this war. ദൈവമക്കൾ പോരാടുന്നത് നാവ് കൊണ്ടല്ല. Our fight is not with our tongue. ദൈവമക്കൾ പോരാടുന്നത് ആത്മീക ആയുധങ്ങൾ കൊണ്ടാണ്. But a spiritual person fight with a spiritual weapon. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ ഒന്ന് പോരാടിക്കേ. Fight like that in our spiritual war. ജയം നമുക്കുള്ളതാണ്. We will be victorious in this ജയം war. നമുക്കുള്ളതാണ്. We will be victorious in this ജയം war. നിനക്കുള്ളതാണ്. ജയം നിനക്കുള്ളതാണ്. ജയം നിന്റേതാണ്. ജയം നമുക്കുള്ളതാണ്. We will be victorious for Lord Jesus Christ. Amen. Praise the Lord. 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 Hallelujah. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന എന്താ ഈ സഭയ്ക്കകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. But what are the things which we see in the church now? Hallelujah. Amen. Amen. അടുത്ത് നിന്ന് ചിരിക്കുമ്പോൾ ഓർത്തോണം, ആ ചിരിക്ക് ഒരു അർത്ഥമുണ്ട്. When somebody is laughing at you or smiling at you, standing next to you, don't forget that there's something behind that smile. ഞാൻ കാണിച്ചു തരാടാ. Sometimes when we smile, you say, hey, I'm going to show you, man. ഞാൻ വെച്ചിട്ടുണ്ട് പോലെ. I have kept something for you. എനിക്ക് അവസരം വരും. I'm looking for an opportunity to show you. ഞാൻ അന്നേരം എന്റെ തനി നിറം പുറത്തെടുക്കും. At that very moment, I'm going to show who I am. ദൈവമക്കൾക്ക് തനി നിറമിൽ ഒറ്റ നിറമേ ഉള്ളൂ. Let me tell you, we have only one color. യേശുവിന്റെ സ്വഭാവമേ ഉള്ളൂ. We are like Jesus Christ. ആമേൻ. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. Our weapons are not worldly. അത് ആത്മീകമാ. That is spiritual weapon. ആത്മീക ആമേൻ ആയുധം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് കോട്ടകളെ എതിർക്കിടിക്കാം. If you have a spiritual weapon, you can break anything in your life.
hand. യോശുവയുടെ കയ്യിൽ തോക്കില്ലായിരുന്നു. And Joshua didn't have any kind of gun in his hand. കോട്ട വലുതാ. But here we can see it's he's fighting against a big wall. എന്നാൽ അവരുടെ ആയുധം ജഡീകങ്ങളല്ല. But their weapons they were using were not worldly. Praise the Lord. Praise the Lord. അവരുടെ ആയുധം ആത്മീക ആയുധങ്ങളാ. They were holding to the spiritual weapons. എന്നാൽ ആത്മീക ആയുധങ്ങൾ What are spiritual weapons? ആത്മീക ആയുധങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് വിശദമായി പഠിപ്പിക്കാം. In the coming week, next week, we are going to start. What are the spiritual weapons? അവരുടെ കയ്യിലുള്ള ആത്മീക ആയുധം സ്തുതിയായിരുന്നു. And it was praise which they were holding to. അവർ സ്തുതിയാകുന്ന ആയുധം ഉപയോഗിച്ചപ്പോൾ The praise which was spiritual അവർ weapons. മഹത്വം ഉപയോഗിച്ചപ്പോൾ And they used that spiritual weapon. കോട്ട അവരുടെ മുമ്പിൽ ഇടിച്ചു വീണു. The Jerichos were falling in front of them. ആയുധത്തിന്റെ കയ്യിലെടുക്ക. Let's take that weapon in your hand. Praise the Lord. Hallelujah. ഏത് ശത്രുവും നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. Every enemy will kneel down before you. Praise the Lord. പറഞ്ഞോട്ടെ. Let people say whatever they say. നിനക്കെതിരെ വരുന്നവർ പറഞ്ഞോട്ടെ. Do whatever they want. നീ മറുപടി പറയണ്ട. Reply to that thing. ആയുധം നിന്റെ കരങ്ങളിൽ എടുത്താ മതി. You just take the spiritual weapon in your hand. അവൻ അതുകൊണ്ട് നീ യുദ്ധം ചെയ്യ. And you start fighting with the അവൻ spiritual യുദ്ധം weapon. ചെയ്തെങ്ങനെയാണെന്നറിയാമോ? He fought with the വലിയ സൈന്യം അവന്റെ നേരെ വന്നു. He was facing a big അവൻ മുഴങ്കാലും മടക്കി. knee down over there. ദൈവമേ, വലിയവരും ചെറിയവരും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. He prayed to God, God, when there's something happened between us, you are there to help me. ദൈവവചനം എങ്ങനെ പറയുന്നു? This is how the word of God says. ആസയ്ക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. Because God fought for them. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യേശുവുണ്ട്. Jesus is there to fight for you. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഗബ്രിയേലുണ്ട്. Jesus is there to fight for you. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മീഖായേലുണ്ട്. There is angels going to fight for you. Praise the Lord. Amen. Praise the Lord. Hallelujah. നിനക്ക് വേണ്ടി നിനക്ക് സ്വർഗീയ ദൂതന്മാരുണ്ട്. There are heavenly people, heavenly angels who are going to fight for you. ഹല്ലേലൂയ. Amen. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. Our weapons are not worldly weapons. അത് കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ള ആത്മീക ആയുധങ്ങൾ. That are the spiritual weapons through which you can overcome Are anything. you ready today? നിങ്ങൾ റെഡിയാണോ? ഈ പാപൻ ആത്മീക ആയുധങ്ങൾ കയ്യിലെടുക്കാൻ റെഡിയാണോ? Ready to take the spiritual weapon in your hand? നല്ലൊരു പടയാളിയായി അവന് വേണ്ടി നിൽക്കാൻ റെഡിയാണോ? To be a good soldier for Christ. അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെ ആത്മീകമായ വസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. That's why God is going to put a spiritual uniform on you. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ We are പോകുകയാണ്. going to continue the same message next week. ആമേൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Let's close our eyes. Amen. Praise the Lord. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശുവിനെ വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. അവന്റെ സൈന്യത്തിലെ ഒരു അംഗമാകുവാൻ നിന്നെ വിളിക്കുന്നു. ശക്തനായ അധികാരമുള്ള ഒരു നിനക്ക് സാധിക്കുമോ?
ശക്തനായ പടയാളിയായി വെക്കാൻ യേശുവിന് വേണ്ടിയുള്ള ജീവിതം വെച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുവാൻ അവന് വേണ്ടി ചങ്ങല കഴിപ്പാൻ അവന് വേണ്ടി അടികൊള്ളുവാൻ അവന് വേണ്ടി ഒന്നുമായി തീരുവാൻ ആ സ്നേഹത്തിൽ തന്നെ മാറ്റുവാൻ ഒന്നിനും സാധിക്കത്തില്ല. സമർപ്പിക്കപ്പെട്ടവനായി തീരുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.